Hey everyone, welcome back to Tales of Eleven. Hope you are doing great. എൻ്റെ ഇൻട്രോ വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു റിയൽ കോണ്ടന്റിലേക്ക് പോകാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഷിപ്പിലുള്ള സമയത്ത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതാണ് ഞാൻ വ്ളോഗായിട്ട് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഷിപ്പിലുള്ള സമയത്തും നാട്ടിൽ വന്ന സമയത്തും എൻ്റെ കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ട്, അവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലി, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ ഈ വീഡിയോ അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് വളരെ ചെറിയൊരു സമ്മറി, ഒരു ഹാപ്പി സൈഡ് മാത്രം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ പറയാം. എന്നാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വായോ. ഹേ ഗൈസ്, എ ഡേ ഇൻ മൈ ലൈഫ്, ഒരു ടെക്കാറ്റിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. കുറേ പേർക്ക് ഓരോ ഇതുണ്ട്, എങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ എന്തായിരിക്കും എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എല്ലാവരും ചോദിക്കുന്നുണ്ട് വന്നിട്ട് ഇവിടെ എന്താ പണി, അതായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഡൗട്ട്സും എല്ലാം തീരും. അപ്പം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണില്ല, എൻ്റെ ഡേയിലും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം ജസ്റ്റ് ഒരു ഡേ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ വാച്ചെല്ലാം കഴിഞ്ഞ് വന്നതാണ്, കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോകാം. എല്ലാവരും ചെയ്യുന്നവരെ രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ രാത്രി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയത്തെ കാര്യം നാളെ എങ്ങനെയാണോ അതുപോലെ പോണ പോലെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. ഗൈസ് 3:35 സമയം. വാച്ചിന് പോകാൻ ഉണ്ട്. വാച്ച് 4 തൊട്ട് 6 വാച്ചുണ്ട്. റെഡിയായി, വാച്ചിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇനി വാച്ചിന് പോയിട്ട് ഈ വാച്ചിന് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും എനിക്ക് അറിയത്തില്ല, കാരണം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടുത്തെല്ലാം ഷൂട്ട് ചെയ്യാനൊക്കെ. വാച്ചിന് പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് ഒരു ദിവസത്തെ വ്യൂ. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷെ ഇന്നത്തെ വ്യൂ ഇങ്ങനെയാണ്. ഞാൻ വാച്ചിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതാണ്, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതൊന്ന് ജസ്റ്റ് എടുത്ത് തന്നേ ഉള്ളൂ. ഞാൻ ഷിപ്പിൻ്റെ ബാഗ് കാണിച്ചു. കേൾക്കാൻ പറ്റുന്ന കാര്യത്തില്ല. ഞാനൊരു വാച്ച് കഴിഞ്ഞപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് ഫുള്ള് കോസ്റ്റ്യൂം ചേഞ്ചസ് ആണ്. ഇപ്പം അടുത്ത ക്ലീനിങ് ആണ്. നമുക്കിത് ചേഞ്ച് ചെയ്ത് ബോൾ സൂട്ട് വരാം. ഇനിയിപ്പോൾ ക്ലീനിങ്ങിന് പോകണം. ഇപ്പം ബ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. ഷിപ്പ് സർവീസിനെ ക്ലീൻ ചെയ്യണം. ബ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ഓക്കെ, മറ്റേ ക്ലീനിങ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരത്ത് ബോൾ സൂട്ട് മാറ്റിയിട്ട് പിന്നെയും യൂണിഫോമത്തേക്ക് ഇടണം. ചേഞ്ച് ചെയ്തിട്ട് കാണാം. ബൈ. ഇനിയും ചേഞ്ച് ചെയ്ത് യൂണിഫോം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് എന്താണെന്ന് ഞാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം, ഇല്ലെങ്കിൽ എന്താണ് കഴിച്ചിട്ടുണ്ട് പറയാം. ഓക്കെ, ബൈ. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞു. ഇനി ഡെക്ക് വർക്കിലേക്ക് പോവുകയാണ്. പിന്നെ അടുത്ത് എന്താ അത് തന്നെ, ചേഞ്ച് ടു ബോൾ സൂട്ട്. പിന്നെയും ബോൾ സൂട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോകണം. ഓക്കെ, ഡെക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു 70 സംഭവങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇനിയിപ്പം അതുപോലെ കുറച്ച് പൈസ കാണിക്കാം.
വേണ്ട. ഒന്ന് മിൽക്ക്, പിന്നെ നെസ്ക്വിക്ക്, പിന്നെ ഐസ്ക്രീം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ്ക്രീം ഇടുക, അതിലേക്ക് കുറച്ച് നെസ്ക്വിക്ക് ഇടുക. ഇതിട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഓവനിലൊരു 30 സെക്കൻഡ് വെക്കാം. കുടിച്ചാൽ കഴിഞ്ഞു, ടീ ബ്രേക്ക് കഴിഞ്ഞു. ഇനി ഡെക്കിലേക്ക് പോവാണ്. 10:30 to 12. ഇനി ലഞ്ച് കഴിക്കാൻ നേരത്തെ കാണാം. ഞാൻ ബാക്കി ഷൂട്ട് ചെയ്യുന്നില്ല. ഡെക്ക് വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വെച്ച് റെഡിയായി ചേഞ്ച് ചെയ്ത് വീണ്ടും പോലെ ഷൂട്ട് ചെയ്യുന്ന വീണ്ടും യൂണിഫോമിലേക്ക് മാറി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ലഞ്ചും കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം 12 to 4 എനിക്ക് ഓഫാണ്. ഞാനിപ്പോൾ നിങ്ങളെ എൻ്റെ ഷിപ്പിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഫ്രണ്ടിനെ കാണിച്ചു തരാം. ആ ചേട്ടൻ്റെ പേര് അജിത്ത് എന്ന് തന്നെയാണ്. ചേട്ടൻ്റെ ക്യാബിലേക്ക് പോകും. ആ ചേട്ടൻ്റെ രാത്രി വാച്ചുള്ളതുകൊണ്ട് ആ ചേട്ടനും ഇപ്പം ഓഫാണ്. 12 to 8 ഓഫാണ്. ആ ചേട്ടൻ്റെ ക്യാബിലേക്ക് പോകും. ചേട്ടൻ്റെ ക്യാബിൽ വന്നേക്കാണ്. ചേട്ടനെ പരിചയപ്പെടുത്താം. ഹലോ, ഞാൻ ഇന്നൊരു 10-20 മിനിറ്റ് ചേട്ടൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. എല്ലാ ദിവസവും ഇരിക്കാറുണ്ട്. അതായത് 10-20 മിനിറ്റ് വെറുപ്പിച്ചില്ല എനിക്ക് സമാധാനം കിട്ടിയില്ല. ദിവസം മൊത്തം ഉറപ്പിക്കണം. അതെ, അങ്ങനെ 10-20 മിനിറ്റ് ഞാൻ തന്നെ ശല്യപ്പെടുത്താറുണ്ട്. എല്ലാ സമയം എല്ലാവരും ഇത് തന്നെയാണ് പറയാറ്. അല്ലല്ല, ഷിപ്പിൽ എല്ലാവർക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല. ഞാൻ 20 മിനിറ്റ് മാക്സിമം. പിന്നെ ബ്രിഡ്ജ് വരുമ്പോ ഇടയ്ക്ക് കുറച്ച് ശല്യപ്പെടുത്താറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. സിനിമ കാണാൻ വരുമ്പോ സിനിമ കാണാനൊക്കെ എടുത്ത് ഒപ്പിക്കും. കുറച്ചല്ലേ വർത്താനം പറയും. അതൊക്കെയാണ് പരിപാടി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ബിസിയാണ് അല്ലേ? അല്ലെങ്കിൽ ഇനി ബിസി ആക്കും പുതിയ വന്നാണ് എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ചീഫ് ഓഫീസറിന്റെ കളഞ്ഞു പോയ ബ്രേസ്ലെറ്റ് ഒക്കെ തപ്പി പിടിച്ചെടുത്ത് മഹാവ്യക്തിയാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യാൻ, കണ്ണിന് ഭയങ്കര കാഴ്ചയായി പോയി. അതിനെന്തോ സർപ്രൈസ് ചീഫ് ഓഫീസർ തരുന്നുണ്ട്. ശരി, എന്നാ പിന്നെ കാണാം. ബൈ. ആ ചേട്ടൻ്റെ ക്യാബിൽ പോയിട്ട് തിരിച്ചു വന്നു. എൻ്റെ ക്യാബിൽ വന്നു. ഇനിയിപ്പം 1 മണിക്കൂർ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വായിക്കണം. വായിച്ചു കഴിഞ്ഞ് പിന്നെയും ഡെക്കിലേക്ക് പോകാനും കുറച്ചുകൂടെ ഫോട്ടോ എടുക്കാനുണ്ട്. കെവിൽസിൻ്റെ മെയിൻ ജോബാണ് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാന്നുള്ളത്. രാവിലെ തൊട്ട് എല്ലാവരും വർക്ക് ഡൺ ചെയ്തതെല്ലാം ഫോട്ടോ എടുത്ത് വൈകുന്നേരം സെഗ്രിഗേറ്റ് ചെയ്ത് ഫോട്ടോയിലാക്കും. അപ്പോൾ മെയിൻ ക്യാമറയാണ്. ക്യാമറ എടുത്ത് നമ്മളിടയ്ക്ക് നമ്മൾക്കുള്ള വർക്കിനിടയ്ക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് പോയി അവരുടെ മറ്റുള്ള ചെയ്യുന്ന വർക്കും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യണം. 4 to 5 4 to 5 ആകുമ്പോൾ ഓൾമോസ്റ്റ് വർക്കെല്ലാം ഫിനിഷ് ആവും. സമയമാകുമ്പോഴത്തേനും എൻ്റെ ഓഫ് കഴിഞ്ഞാൽ നേരെ ഡെക്കിൽ പോയി 1 മണിക്കൂർ ഡെക്കിൽ പോകും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് രാത്രി വാച്ചുണ്ട്. സമയം 6:30 ഞാൻ ഡെക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി കുളിച്ചു, ഫോട്ടോ സെഗ്രിഗേറ്റ് ചെയ്തു. ഇനിയിപ്പം യൂണിഫോം ഇട്ടു ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ വാച്ചുള്ള 7 to 8. ഞാൻ 8 മണിയുടെ വാച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂമിൽ വന്നുള്ളൂ. ഇന്നത്തെ പടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഇതിലാണ്. എല്ലാ പടിയും കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്തല്ല ഞാൻ വീഡിയോ എടുത്തിരുന്നത്. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കുറച്ച് എന്തെങ്കിലും നോക്കാൻ വേണ്ടി നോക്കാൻ പിന്നെ കയറി കിടന്ന് ഉറങ്ങും. പിന്നെ ഞാൻ നോക്കട്ടെ, കുറച്ച് പേര് പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ പരിചയപ്പെടുത്താം. ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ പരിചയപ്പെടുത്താം. നോക്കട്ടെ, ആരെങ്കിലും കാണുവാണെങ്കിൽ പരിചയപ്പെടുത്താം. പിന്നെ എൻ്റെ റൂമിൽ ഞാൻ കാണിച്ചു തരാം.
വീട്ടിലെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണത്തില്ലേ? പക്ഷേ ഞാൻ ഇതിനകത്ത് വളരെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വർക്ക്സ് കാണിക്കാൻ കാണിച്ചിട്ടില്ലേ? അപ്പം രാവിലെ ഞാൻ ആ ബക്കറ്റ് എടുത്തുകൊണ്ട് പോകണം കണ്ടല്ലോ, അത് സൗണ്ടിങ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എല്ലാ ടാങ്കിലും എത്രമാത്രം വെള്ളമുണ്ട്, എത്രമാത്രം എം ടി ആണ്, അല്ലേജൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ അത് മിക്ക ദിവസവും ചെയ്യാറുള്ള പരിപാടിയാണ്. പിന്നെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് കാണിച്ചത് ബാക്കിയുള്ളവരുടെ ചെറിയൊരു വർക്ക്സ്, അതാണ് ഞാൻ ആ വീഡിയോ ആയിട്ട് കാണിച്ചത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. നിങ്ങൾ റീലിൽ കാണുന്നതും വൈറ്റ് യൂണിഫോം ഇട്ട് വരുന്നതും പിന്നെ ഈ വീഡിയോ കണ്ടതും ഒന്നും മാത്രമല്ല മർച്ചൻ്റ് നേവിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഇത് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് വളരെ ചെറിയൊരു സമ്മറിയാണ്, ഒരു ചെറിയൊരു ഹാപ്പി സൈഡ് മാത്രം. അതുപോലെ തന്നെ നാട്ടിലുള്ള ജോലി പോലെ മർച്ചൻ്റ് നേവിയിലെ ജോബ് ഒരിക്കലും ഒരു 10 to 5 ജോബല്ല. ചില ദിവസങ്ങളിൽ 12, 18, 20, 30 മണിക്കൂറോളമൊക്കെ ജോലി ചെയ്യേണ്ട ദിവസങ്ങൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ആ എമർജൻസി റെക്ടിഫൈ ചെയ്യാണ്ട് പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കാൻ പറ്റത്തില്ല ഷിപ്പിൽ. നിങ്ങൾക്കറിയാമല്ലോ, ഷിപ്പിൽ ആകെ 20-24 പേരോളമൊക്കെ ഉള്ളൂ. അപ്പം എന്തെങ്കിലും അപകടം വന്നാൽ അതപ്പം നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ ഒരു വലിയൊരു അപകടം വന്നാൽ അത് 24 പേരെയും എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം അവിടെ റെക്ടിഫൈ ചെയ്യാണ്ട് പോകത്തില്ല. ആ സമയത്ത് നമ്മൾ റെസ്റ്റ് അവേഴ്സ് നോക്കാനോ ഒന്നും പ്രാക്ടിക്കബിൾ അല്ല. ഇത് പിന്നീട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞ സമയത്തായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ അപകടം ഉണ്ടാക്കി വെക്കുന്നത്. അതൊക്കെ എന്തായാലും ഇപ്പം പോർട്ടലായാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നത് നമ്മൾ റെസ്റ്റ് ടൈം ആയിരുന്നു നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾക്കൊരു കോൾ വന്നാൽ നമ്മുടെ പണി ബാക്ക് ടു വർക്ക് വരേണ്ടി വരും. ഞാൻ എൻ്റെ സെക്കൻഡ് ഷിപ്പിൽ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഞങ്ങൾക്ക് സെക്കൻഡ് ഷിപ്പിൽ അർജൻറ്റീനയിൽ റിവർ പാസേജ് ആയിരുന്നു. റിവർ പാസേജ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് മേ ബി അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പം ഒരു 18-20 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ അതിലും കൂടാം, അത്രയുള്ള ഒരു പാസേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ച് ചിലപ്പോൾ അകത്ത് കയറി പോകത്തില്ല. ഇടയ്ക്ക് നമ്മൾ ആങ്കർ എടുക്കും. പിന്നെ പൈലറ്റിനെ റിസീവ് ചെയ്യാൻ ഒറ്റ പൈലറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ 1, 2, 3 അതിൽ കൂടുതൽ പൈലറ്റ്സിനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് റിസീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ റെസ്റ്റിന് പോയാലും നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പോർട്ടിലെത്തിക്കഴിയുമ്പോഴും പോർട്ടിലെ ആങ്കറിങ്, മൂറിങ് ഓപ്പറേഷൻസിനൊക്കെ എല്ലാ ക്രൂവും അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അവിടെ നമുക്ക് ചില ദിവസങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റെസ്റ്റ് കിട്ടുന്നില്ലെന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ദിവസങ്ങൾ വരും. അതിന് കോമ്പൻസേഷനായിട്ട് നമുക്ക് തുല്യമായിട്ടുള്ള റൂൾസ് പറയുന്ന അനുസരിച്ച് റെസ്റ്റും ലഭിക്കാറുണ്ട്. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ പറയുന്നത് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം, അവിടെ ഇറങ്ങാം എന്നൊക്കെയുള്ള കാര്യമല്ലേ. അതെന്ന് പറയുന്നത് ഷോറിൽ എത്തിക്കഴിയുമ്പോൾ മിക്ക ആൾക്കാരുടെയും വർക്ക് ടൈം എന്ന് പറയുന്നത് 6 on 6 off ആയിരിക്കും. നമ്മൾ 6 on വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ 6 off ടൈമിലാണ് നമ്മൾ പുറത്ത് ഇറങ്ങുന്നത്. ആ 6 off നമ്മൾ പുറത്തിറങ്ങി നമ്മൾ റെസ്റ്റ് ടൈമിൽ നമ്മൾ ആക്ച്വലി പുറത്തിറങ്ങുന്നത്. നമ്മളാണ്ട് ആ 6 hours പുറത്തിറങ്ങിയിട്ട് തിരിച്ച് കയറുമ്പം അടുത്ത നമ്മുടെ വർക്കിംഗ് അവേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. കേഡറ്റ്സിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചീഫ് ഓഫീസർ പറയുന്നതാണ് കേഡറ്റിൻ്റെ വർക്കിംഗ് ടൈം. നോർമൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും കേട്ടിട്ടുള്ള കാര്യമാണ്, എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് 6 മാസം കരയിലും 6 മാസം നാട്ടിലും എന്നൊരു ഐഡിയ ആണ്. അങ്ങനെയുള്ള കമ്പനീസും ഉണ്ടാകും. പക്ഷേ നോർമലി എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് വരുന്നത് കോൺട്രാക്റ്റ് ബേസ്ഡ് ആണ്. 6 months 7 months 8 months ഒക്കെ കോൺട്രാക്റ്റ് ലഭിക്കും. നമ്മൾ ആ കോൺട്രാക്റ്റിന് എത്ര നാൾ നമ്മൾ ഷിപ്പിൽ നിൽക്കണം, എക്സ്ട്രാ നമുക്ക് നിൽക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് നിൽക്കുകയും ചെയ്യാം. മാക്സിമം 11 months നമുക്ക് ഷിപ്പിൽ നിൽക്കാൻ പറ്റും. 12 months കൂടുതൽ ഒരിക്കലും ഒരു ഷിപ്പിൽ നമുക്ക് കണ്ടിന്യൂസ്ലി നിൽക്കാൻ പറ്റത്തില്ല. ഈ 6 months 7 months 8 months എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഷിപ്പിലായിരിക്കും, നമ്മൾ കംപ്ലീറ്റ്ലി നാട്ടിൽ നിന്ന് വിട്ടിരിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം നമുക്ക് റേഞ്ചോ വൈഫൈക്ക് റേഞ്ചോ ഒന്നും കിട്ടാൻ, സിം ഓൾറെഡി കട്ടാണ്, ഓപ്പൺ സീയിൽ നമുക്ക് സിമ്മിന് റേഞ്ച് കിട്ടാറില്ല. നമ്മൾ ഷിപ്പിലെ വൈഫൈ ആണ് നമ്മൾ നെറ്റിന് ഉപയോഗിക്കുന്നത്. അതും ചില സമയത്തൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ഷിപ്പിലൊക്കെ എനിക്ക് 500 MB ഉണ്ടായിരുന്നുള്ളൂ ഒരു ആഴ്ച. 7 days 500 MB മാത്രമേ ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് ലിമിറ്റഡ് ആയിരുന്നു നെറ്റ്. ഇപ്പോൾ പക്ഷേ ആ നെറ്റിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു 1 GB $1 GB മന്ത്, പിന്നെ ഡെയിലി അൺലിമിറ്റഡ് കിട്ടുന്ന ഷിപ്സും കമ്പനീസും ഒക്കെ ഉണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ വൈഫൈ കിട്ടുന്നത്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ ഇത് പറഞ്ഞു ചില സമയങ്ങളിൽ നമുക്ക് കംപ്ലീറ്റ്ലി വൈഫൈ നെറ്റ്വർക്ക് കട്ടായി പോയിരുന്ന അവസരങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് വീഡിയോ ആയിട്ട് ഒരു കോൺടാക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ച് നമുക്ക് ആ കണക്ടിവിറ്റി എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് മാത്രം നമുക്ക് വീടുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഞാനിപ്പോൾ ഇത്രയും കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ റീൽസ് കണ്ടിട്ടും അതിലെ ഫാസിനേറ്റിംഗ് കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് മെയിൻലി മർച്ചൻ്റ് നേവിയിലേക്ക് വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, ശരിക്കും അതിൽ നിന്ന് കുറേ ഡിഫറെൻ്റ് ആണ് മർച്ചൻ്റ് നേവിയിലെ ലൈഫ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. ഞാനീ പറഞ്ഞതെല്ലാം കേട്ടിട്ട് മൊത്തം നെഗറ്റീവാണെന്ന് ആരും ഓർക്കരുത്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളോട് ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പോസിറ്റീവ്സ് കുറച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്ന അനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ നാട്ടിലിറങ്ങുന്ന സമയത്ത് നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല. എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആരും ശല്യപ്പെടുത്താനോ ഒന്നും വരത്തില്ല. നമുക്ക് നമ്മുടെ വെക്കേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്കൊരു ലോങ് പീരീഡ് ഓഫ് വെക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു നല്ലൊരു മെയിൻ കാര്യമാണ്. വേറെ ഒരു ജോബിനും അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ജോലി സംബന്ധം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷേ മർച്ചൻ്റ് നേവി നമ്മുടെ ഷിപ്പിൽ നമ്മൾ നാട്ടിലിറങ്ങുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ കാര്യങ്ങളിൽ ആരും വിളിച്ച് ശല്യപ്പെടുത്തില്ല. നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയാൻ നമുക്ക് നല്ലപോലെ നമ്മുടെ ക്വാളിറ്റി ടൈം നമുക്ക് എൻജോയ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ കുറച്ച് ലോങ് ആയി പോയെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നോട് കമൻറ്റ് വരുന്ന ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കലൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് വീഡിയോയുടെ താഴെ ഇടുകയോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി എന്നെ അറിയിക്കുകയോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാനത് കൺസിഡർ ചെയ്ത് വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബൈ.